പിതാവെ, മനുഷ്യന് ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അവന് ഒട്ടേറെ പരിമിതികളുണ്ട്. നമ്മളതിനെ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതികളെന്ന് പറയും. അതുകൊണ്ട് അതിൻ പ്രകാരം സഭ മനുഷ്യൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ദൈവിക അർത്ഥം കൽപ്പിച്ചത് ഇങ്ങനെയൊക്കെ. അപ്പം വാക്കുകൾ, പല പ്രതീകങ്ങൾ കുർബാനയിൽ, വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് വേണ്ടി വരുന്നത്, അപ്പോൾ പ്രതീകങ്ങളൊന്നും ഇല്ലാതെ ആരാധിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ മാത്രമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ ഭൗമിക സഭയ്ക്ക് ഈ ഒരു സ്ഥലകാല പരിമിതി മൂലം ചില അടയാളങ്ങൾ, ചില സൂചനകൾ അർത്ഥം തരുന്ന, ദിവ്യരഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ചില പ്രതീകങ്ങളില്ലാതെ അത് സഭ നിശ്ചയിച്ച് തന്നിരിക്കുന്നതാണല്ലോ പിതാവേ. എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? അതൊന്ന് പിതാവ്, ഇപ്പോൾ കിഴക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിതാവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ പോലും സഭ എങ്ങനെ നിശ്ചയിച്ചു തന്നിരിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അല്ലെ സഭയുടെ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ നിശ്ചയിച്ച് തന്നിരിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്നൂടെ വിശദമാക്കാമോ? മനുഷ്യരെ സർ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം പരിമിതനാണ്. അവൻ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ആ ഒരു മെറ്റീരിയലായിട്ടുള്ളൊരു ലിമിറ്റേഷൻസ് അവനുണ്ട്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ പോലും ഈ പ്രതീകങ്ങളിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചാണല്ലോ സംസാരിക്കുന്നത്. ആ വാക്കൊരു പ്രതീകമാണ്, ഒരു സിമ്പിളാണത്. അപ്പോൾ ആ വാക്കിന് അർത്ഥം കൊടുക്കുന്നു, അതിന് ആധികാരികമായുള്ളൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നു. ഈ വാക്കിന് ഈ അർത്ഥം കൊടുക്കുന്നതിനായി ഈ വേറൊരു അർത്ഥം കൊടുക്കാൻ മേലെ നമുക്ക് വേണം ചോദിക്കാം, ഒരു വ്യക്തിക്ക് വേണം ചോദിക്കാം. പക്ഷേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരർത്ഥം ഒരു വാക്കിനുണ്ട്. ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥമാണ് മറ്റുള്ളവർ ഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ ദൈവാരാധനയിലും പ്രതീകങ്ങളിലൂടെ, അടയാളങ്ങളും പ്രതീകങ്ങളും വഴിയാണ് നമ്മൾ ദൈവാരാധന നിർവഹിക്കുന്നത്. അവിടെ ആളുകൾ പ്രതീകമാണ്, വസ്തുക്കൾ പ്രതീകങ്ങളാണ്, അനുഷ്ഠാനങ്ങൾ പ്രതീകങ്ങളാണ്, സ്ഥലങ്ങൾ പ്രതീകങ്ങളാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യത്തെ, ദൈവിക യാഥാർത്ഥ്യത്തെ നമ്മളെ ഹൃദയത്തിൽ സംശീകരിക്കുന്നു, ധ്യാനിക്കുന്നു. പക്ഷേ അത് ഈ മാധ്യമം ആവശ്യമാണ്. കർത്താവ് തന്നെ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നത് ഇങ്ങനെ അപ്പത്തിൻ്റെ രൂപത്തിലാണ്. ആ അപ്പം ഒരു പ്രതീകമാണ്. അപ്പം കർത്താവിന് അപ്പം വേണോ സന്നിഹിതനാകാൻ വേണ്ടി? കർത്താവ് ശരീരത്തിൽ നിന്നെല്ലാം ഉപരിയായിട്ട് ശരീരമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അരൂപിയാണ് കർത്താവ്. പക്ഷേ കർത്താവ് ഈ അപ്പമാകുന്ന ആ വസ്തുവിനെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, സാന്നിധ്യമായിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിലൂടെ കർത്താവിനെ സ്വീകരിക്കുന്നു. ആ ദിവ്യകാരുണ്യം, അതിൻ്റെ ആ അപ്പത്തിൻ്റെ ഷേപ്പ്, അതിൻ്റെ രൂപം, അതിൻ്റെ ഘനം, ഇതെല്ലാം ഒരു വസ്തുവാണല്ലോ. അപ്പം ആ പ്രതീകത്തിലൂടെ നമ്മൾ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞതുപോലെയാണ് സ്ഥലം. നമ്മൾ കിഴക്കോട്ട് നോക്കുന്നു. നമ്മൾ എങ്ങോട്ടെങ്കിലും നോക്കണമല്ലോ, നമ്മൾ നമുക്ക് ദിശ വേണമല്ലോ. പക്ഷേ നമ്മൾ കിഴക്കോട്ട് നോക്കുന്നു. ആ കിഴക്കിന് ഇങ്ങനൊരു അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. അത് ക്രൈസ്തവ പാരമ്പര്യത്തിൽ മാത്രമല്ല മറ്റ് മതപാരമ്പര്യങ്ങളിലും ഈ കിഴക്കിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കിഴക്കോട്ട് തിരിയുമ്പോൾ നമ്മൾ ആ കിഴക്കിനെയല്ല ആരാധിക്കുന്നത്, കിഴക്ക് പ്രതിനിധീകരിക്കുന്ന അതിന് പിന്നിൽ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്, കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിലുള്ള പ്രതീകാത്മകത മാധ്യമങ്ങളുടെ ഉപയോഗം നമുക്ക് ആവശ്യമാണ്. മനുഷ്യനെ ആയിരിക്കുന്നിടത്തോളം കാലം ആവശ്യമാണ്. അത് ആരാധനയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരാധനയിലെ എല്ലാ പ്രാർത്ഥനകളും പ്രതീകങ്ങളാണ്. ഓരോ പ്രാർത്ഥനയും ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ വാക്കല്ലല്ലോ ആരാധന എന്ന് പറയുന്നത്. പക്ഷേ ആ വാക്കിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം, അതാണല്ലോ നമുക്ക് ദൈവാനുഭവം പറഞ്ഞു തരുന്നത്. ആമേൻ എന്ന് വിളിക്കുന്നു. ആമേൻ എന്നുള്ള രണ്ട് വാക്കല്ലല്ലോ പ്രധാനപ്പെട്ടത്. പക്ഷേ ആ വാക്കിലൂടെയാണ് നമ്മൾ മറ്റൊരു യാഥാർത്ഥ്യത്തെ അവിടെ അനുഭവിക്കുന്നത്. ആമേൻ, സ്തുതിഗീതം, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളുണ്ട്, പക്ഷേ അക്ഷരങ്ങളുടെ പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാം ദൈവാരാധനയിൽ ഇതുപോലെയുള്ള പ്രതീകങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അതുപയോഗിച്ച് നമ്മൾ ദൈവത്തെ കാണുന്നു, അനുഭവിക്കുന്നു, ഹൃദയത്തിൽ അനുഭവിക്കുന്നു. അപ്പം കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ കിഴക്കല്ല, നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ദൈവം കിഴക്കുണ്ട്, പടിഞ്ഞാറുണ്ട്, വടക്കുണ്ട്, തെക്കുണ്ട്, എല്ലായിടത്തും ദൈവമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ആരാധനാ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ കിഴക്കിൻ്റെ പ്രാധാന്യം, ദൈവിക വെളിപാടിൽ തന്നെ കിഴക്കിൻ്റെ ഒരു പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പുരാതന കാലം മുതൽ തന്നെ അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ശ്രീകന്മാരുടെ കാലം മുതൽ തന്നെ കിഴക്കോട്ട് തിരിയുക എന്ന് പറയുമ്പോൾ
നമ്മൾ ഈശോയിലേക്ക് തിരിയുന്നു എന്ന അർത്ഥം അതിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് തിരിയുന്നു, പ്രാർത്ഥന ആരാധനയ്ക്ക് കിഴക്കോട്ട് തിരിയുന്നു. അതൊരു പാരമ്പര്യമായിട്ട് അത് മാറി പുരാതനമായ ഒരു പാരമ്പര്യമായിട്ട് അത് കൈവന്നു, നമ്മളത് സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള ചില പ്രതീകങ്ങളും മനുഷ്യന് ആവശ്യമാണ്. ഈ ലോകത്ത് അയക്കുന്നിടത്തോളം കാലം മനുഷ്യന് ആവശ്യമാണ്, ഈ പ്രതീകങ്ങൾ ആവശ്യമാണ്. അല്ലാതെ ജീവിക്കാൻ വേണ്ടി സാധിക്കത്തില്ല, ആരുമായിട്ടൊരു ബന്ധവും സാധിക്കത്തില്ല. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. പ്രതീകങ്ങളുടെ പ്രാധാന്യം ദൈവാരാധനയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അടയാളങ്ങൾ കൂടിയേ പറ്റുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ മനുഷ്യനെ അപരിമേയ ദൈവവുമായി ബന്ധപ്പെടുന്നതിന് അടയാളങ്ങൾ എത്രമാത്രം ആവശ്യമാണെന്നുള്ള വ്യക്തമാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു ചോദ്യം, ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ അടിസ്ഥാന ഭാവം അതിൻ്റെ ദൈവോന്മുഖതയാണ്. എന്നിട്ട് പോലും ഈ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള കുർബാന അർപ്പണ രീതി എന്നുള്ളത് എന്നാണ് സഭയിൽ ആ ഒരു ചിന്താഗതി കടന്നു വന്നത് എന്നുള്ളത് ഒന്ന് പറയാമോ? ഈ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവ ആരാധന നടത്തുക, അല്ലെങ്കിൽ ബലിയർപ്പിക്കുക എന്നുള്ള ഒരു ആശയം പിന്നെ ആദ്യമായിട്ട് ക്രൈസ്തവ സഭയിൽ ഉണ്ടായത് 16-ാം നൂറ്റാണ്ടിലെ പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവത്തോടു കൂടിയാണ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ആ സഭാ പാരമ്പര്യം അല്ലെങ്കിൽ ശ്ലൈഹ്യ പാരമ്പര്യം, അത് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവാരാധന അർപ്പിക്കുക, പിന്നെ ബലി അർപ്പിക്കുക എന്നുള്ള ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് പ്രോട്ടസ്റ്റൻ്റ് സഭകളെ വ്യതിചലിച്ചു. അതായത് അവർ ഈ ബലിയർപ്പണത്തെ ഒരു വിരുന്ന് ആസ്വാദനം മാത്രമായിട്ട് കണ്ടു. ബലിയർപ്പണം, ഈ പശുർബാന എന്ന് പറയുന്നത് ഒരു വിരുന്നാണ്. കർത്താവ് അന്ത്യത്താഴത്തിൽ വിരുന്ന് ആസ്വദിച്ചു, ശരിയാണ്, ശ്രീമാരുമായിട്ട് വിരുന്ന് ആസ്വദിച്ചു. ആ വിരുന്ന് മാത്രമാണ് പരിശുദ്ധ കുർബാന എന്നുള്ള രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു. വിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ടേബിളിൻ്റെ ഇരുവശങ്ങളിലും ഇരുന്ന് ഭക്ഷണം അല്ലെങ്കിൽ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ശരിയാണ്, വിരുന്ന് മാത്രമാണെങ്കിൽ അങ്ങനെ ആകാം, ഓക്കെ. പക്ഷേ പരിശുദ്ധ എന്ന് പറയുന്നത് വിരുന്ന് മാത്രമല്ല. വാസ്തവത്തിൽ സഭയിൽ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ആദ്യമായിട്ട് കൊണ്ടുവന്നത് വിരുന്ന് മാത്രമാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് പിന്നെ ആദ്യമായിട്ട് ഉന്നയിച്ചത് ഈ പ്രോട്ടസ്റ്റന്റ് സഭകളാണ്. അതിൻ്റെ സ്വാധീനത്തിൽ ബലിയുടെ മാനം അവരെ വിസ്മരിച്ചു, മറിച്ച് വിരുന്ന് മാത്രമാണെന്നുള്ള ധാരണയില്ല. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും വന്നാൽ ഉടനെ ഒരു പ്രാർത്ഥന ചെയ്യുന്നു, അപ്പം എടുത്ത് വിളമ്പി കൊടുക്കുന്നു, തീർന്നു. അല്ലാതെ ആ ബലിയർപ്പണത്തിന്, കർത്താവിൻ്റെ ആ ബലിയർപ്പണത്തിൻ്റെ പൂർണ്ണതയൊന്നും അത് ഉൾക്കൊള്ളുന്നില്ല. ഇനി ഇവിടെ തന്നെ കർത്താവ് ആ തിരുവത്താഴത്തിൽ വെച്ച് തന്നെ എന്തൊക്കെ ചെയ്തു? അപ്പം എടുത്തു, വാഴ്ത്തി, വിഭജിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ വരുന്നു, അത്രയും ആക്ഷൻസ് വരുന്നുണ്ട്. അപ്പം എടുക്കുന്നു, അത് വാഴ്ത്തുന്നു, അത് മുറിക്കുന്നു, അത് കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന പക്ഷം മാത്രമേ ഈ വിരുന്നെന്ന് പറയുന്നത്. അപ്പം എടുത്തു, ആരാണ് ഇവിടുത്തെ അപ്പം ആരാ? ഈശോ തന്നെയാണ്. ഈശോ തന്നെ ബലി അർപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ അപ്പം പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് അത് പിന്നെ മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതൽ തന്നെ തുടങ്ങുന്ന ഈ പ്രിപ്പറേഷൻ. പറുദീസായിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ, ദൈവം വാഗ്ദാനം ചെയ്തു രക്ഷകനെ അയക്കും. അന്ന് മുതൽ ആ രക്ഷകൻ്റെ വരവിന് വേണ്ടി ദൈവം ഒരുക്കുകയായിരുന്നു. അതാണ് പഴയ ചരിത്രം മുഴുവൻ അതാണ്. അപ്പോൾ അപ്പം എടുത്തു എന്നുള്ളത് വാസ്തവത്തിൽ ഈ രക്ഷാചരിത്രത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. കർത്താവിൻ്റെ ആഗമനം വരെയുള്ള, ഈ നിമിഷം വരെയുള്ള, കർത്താവ് ബലിയർപ്പിച്ച ആ നിമിഷം വരെയുള്ള സംഭവത്തെ മുഴുവൻ അനുസ്മരിക്കുന്നതാണത്. അതെല്ലാം ഉണ്ട് കുർബാനയിൽ, അതെല്ലാം നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം എടുത്തു, വാഴ്ത്തി തന്നെ സമർപ്പിക്കുന്നു. യഹൂദരുടെ ദീർഘമായ പ്രാർത്ഥനകളുണ്ട്. വാഴ്ത്തി തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തി, പിന്നെ വിഭജിക്കുന്നു. തൻ്റെ പീഡാസഹനമാണത്, കുരിശിലെ ബലിയാണത്. ആ സഹനം വാസ്തവത്തിൽ കർത്താവ് ജനിച്ച പിന്നെ നാൾ മുതൽ ആരംഭിക്കുന്ന ആ സഹനം കാലത്തോട് ജനിക്കുമ്പോൾ തന്നെ ആ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ വരുന്നുണ്ട്, ആ ബലിയർപ്പണത്തിൻ്റെ കാര്യം വരുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണതയാണ് കാൽവരിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവ് ജീവിതം മുഴുവനാണിത്. അല്ലാതെ ആ തിരുവത്താഴ വേളയിൽ ഏതാനും മണിക്കൂറുകൾ സമയം മാത്രം ചെലവഴിച്ച അത് മാത്രമല്ല ഈ ബലിയർപ്പണം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജീവിതം മുഴുവനുമാണിത്. പിന്നെ നമ്മൾ കുർബാനയിൽ ഇത് മാത്രമല്ല, അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ഉത്ഥാനം നമ്മൾ അനുസ്മരിക്കുന്നു.
ഉത്ഥാനത്തിൻ്റെ ആഘോഷമാണിത്. അത് കഴിഞ്ഞ് സ്വർഗാരോഹണം ഉണ്ട്, സ്വർഗാരോഹണത്തിൻ്റെ ആഘോഷം കൂടിയാണിത്. പിന്നെ പരിശുദ്ധാത്മാവ് വരുന്നു, അതിൻ്റെ ആഘോഷമാണിത്. പിന്നെ സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ തുടർച്ചയായിട്ട് സഭ എവിടെ വരുന്നു. പിന്നെ കർത്താവിൻ്റെ പ്രത്യാഗമനം അതേക്കുറിച്ച് പരാമർശമുണ്ട്. അങ്ങനെ രക്ഷാചരിത്രം മുഴുവനും ഇവിടെ അനുസ്മരിച്ച് ആഘോഷിക്കുകയായിരുന്നത്. അപ്പം അതാണ് ബലിയർപ്പണം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സമഗ്രമായ രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ചിന്താഗതി ഇതൊരു വിരുന്ന് മേശയാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഉള്ള വ്യാഖ്യാനം വളരെ സങ്കുചിതമാണ്, അത് വളരെ അപര്യാപ്തമാണ്. പിതാവെ, ഈ ഒരു ശ്ലൈഹിക പാരമ്പര്യം കിഴക്കോട്ട് നോക്കി നിന്ന് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തിന് അതിവിശുദ്ധ സ്ഥലത്തിന് അഭിമുഖമായി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം, അത് ഏകസഭയ്ക്ക് നൽകപ്പെട്ട പാരമ്പര്യമല്ലേ? എന്നാൽ ലത്തീൻ സഭയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കൗൺസിലിൻ്റെ ഒരു റിന്യൂവലിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് അഭിമുഖമായി കുർബാന അർപ്പിക്കുന്ന രീതി വന്നു എന്നുള്ളൊരു പ്രചാരണമുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ ഔദ്യോഗികമായ സഭയുടെ പ്രബോധനം അല്ലെങ്കിൽ നിലപാട് എന്നുള്ളത് ഒന്ന് പിതാവ് വ്യക്തമാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്ലൈഹിക പാരമ്പര്യം, സഭയുടെ ഔദ്യോഗികമായ ശ്ലൈഹിക പാരമ്പര്യം, ശ്ലൈഹിക അടിത്തറ എന്ന് പറയുന്നത്, ആ അടിത്തറയിൽ നിന്ന് ചില കാര്യങ്ങളിലൊക്കെ അകന്നു പോയ മറ്റു സഭകൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സഭയിൽ തന്നെ അങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ആ ശ്ലൈഹിക അടിത്തറ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥാവിശേഷം. അങ്ങനെയാണ് 14-ാം നൂറ്റാണ്ടിലെ പ്രോട്ടസ്റ്റന്റുകാർ ഈ ശ്ലൈഹിക പാരമ്പര്യം, ഈ ഒരു സഭയുടെ പല പാരമ്പര്യങ്ങളിൽ നിന്നും അവർ അകന്നു പോയി. കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടായി. ആ ശ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യത്യാസമുണ്ടായി. അതിലൊന്നാണ് ഇത്. പിന്നെ ഇതൊരു വിരുന്നു മേശ, അതായത് ബലിപീഠം, അൾത്താര എന്ന് പറയുന്നത് ഒരു വിരുന്നു മേശ മാത്രമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ വരുമ്പം അതാണ് ജനാഭിമുഖം എന്നൊക്കെ രീതിയിലേക്ക് വന്നത്. അത് പ്രോട്ടസ്റ്റന്റ് തിയോളജിയാണ്. പക്ഷേ ആ തിയോളജി കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല. അത് ശ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. കാരണം ഇത് വിരുന്ന് മാത്രമല്ല, ബലിയും കൂടിയാണ്. ആ കാര്യത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്വാധീനം, പ്രൊട്ടസ്റ്റന്റുകാരുടെ ഈ ഒരു സ്വാധീനം പിന്നെ പാശ്ചാത്യ സഭയിൽ ചില ഇടങ്ങളിൽ പ്രത്യേകിച്ച് ചില വ്യക്തികളിൽ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം ഉണ്ടാകാം. തീർച്ചയായിട്ടും ഈ ജനാഭിമുഖ കുർബാന പാശ്ചാത്യ സഭയിൽ, ലത്തീൻ സഭയിൽ വ്യാപകമാകാൻ ഇടയാക്കിയതിന് ഇങ്ങനെയൊരു കാരണം ഉണ്ടാകാം. മാത്രമല്ല, ഈ പാശ്ചാത്യ സഭയിൽ ഇങ്ങനെ ഈ ഒരു മാറ്റം ഉണ്ടായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ടീച്ചിങ്സിൻ്റെ വെളിച്ചത്തിലാണ് എന്നുള്ള ഒരു വ്യാഖ്യാനവും കേൾക്കാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും ശരിയല്ല. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിൽ ഒരിടത്തും അങ്ങനെ ഒരു സൂചനയില്ല. ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള യാതൊരു സൂചനയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു പ്രബോധനത്തിലുമില്ല. അത് മുഴുവൻ വായിച്ചു നോക്കിയാലും അങ്ങനെ ഒരു സൂചന അവിടെ കാണാൻ സാധിക്കില്ല. അതൊരു തെറ്റായ ധാരണയാണ്. അത് അതേക്കുറിച്ച് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഈ കിഴക്കിൻ്റെ പ്രാധാന്യം, കിഴക്കോട്ട് തിരിഞ്ഞ് ബലിയർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം, അത് അങ്ങനെ ഒരു പാരമ്പര്യം, വളരെ റിച്ചായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യം ലത്തീൻ സഭയ്ക്ക് നഷ്ടപ്പെട്ടതായിട്ട് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ വേദനയോടുകൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ദ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്നുള്ള ആ ഗ്രന്ഥത്തിനകത്ത് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അത് ലത്തീൻ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് തിരിച്ചെടുക്കാനാവാത്ത തരത്തിൽ അത് വ്യാപകമായിരിക്കുന്നു എന്നുള്ള ഒരു ഖേദം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അദ്ദേഹം തന്നെ ഈ വത്തിക്കാൻ കൗൺസില് ഇത് പഠിപ്പിച്ചിട്ടുള്ളോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം തന്നെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധന ക്രമപരിഷ്കരണത്തിൻ്റെ 2 ഫലങ്ങളായിട്ട് കാണപ്പെടുന്നത് ലത്തീൻ ഭാഷ അപ്രത്യക്ഷമായതും അർത്താരകൾ ജനാഭിമുഖമായി സ്ഥാപിച്ചതുമാണ്. അത് ലത്തീൻ, അതായത് പാശ്ചാത്യ ലോകത്ത് സാധാരണക്കാരെ ആൾക്കാർ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നു ആപ്പിലാവ് പറയുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നല്ല 2 ഫലങ്ങളാണിത്. ഒന്ന് ആരാധന ക്രമപരിഷ്കരണത്തിൻ്റെ
ലത്തീൻ ഭാഷ ഇല്ലാതായി തീർന്നു. കാരണം പുതിയ ആൾക്കാർക്കൊന്നും ലത്തീൻ ഭാഷ അറിയാമല്ല, അതുകൊണ്ട് ലത്തീൻ ഭാഷ ഇല്ലാതായി തീർന്നു നമുക്കൊരു അനുഗ്രഹമായിട്ട് അവർ പറയുന്നു. അതുപോലെ തന്നെ ഈ ജനാഭിമായിട്ട് പിന്നെ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നതും ഒരു അനുഗ്രഹമായിട്ട് ആളുകൾ, സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു സംഭാവനയാണ്, സ്വാധീനം കൊണ്ടാണ് എന്നുള്ളൊരു യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തുടർന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അത്ഭുതത്തോടെ തിരിച്ചറിയുന്നു കൗൺസിൽ പ്രമാണ രേഖകളിലെ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും യാതൊന്നും പരാമർശിച്ചിട്ടില്ല എന്ന്. ഇത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. അതായത് കൗൺസിലിൽ ഇതേക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. ജനാഭിമുഖ അൾത്താരകളെക്കുറിച്ച് കൗൺസിൽ ഗ്രന്ഥത്തിൽ യാതൊന്നും പറയുന്നില്ല എന്നാണ് അന്ന് കർദിനാളായിരുന്ന റാറ്റ്സിംഗർ പിതാവ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കൗൺസിലിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെയും നമ്മുടെ സഭയിലും ഈ ജനാഭിമുഖ കുർബാന തുടങ്ങിയത് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിന് യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെയൊന്ന് കൗൺസിൽ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് പൗരസഭകളോട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. പൗരസഭ കത്തോലിക്ക സഭകൾക്ക് വേണ്ടിയുള്ള പ്രമാണരേഖയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഏതെങ്കിലും സഭ അതിൻ്റെ പുരാതന പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും ജനാഭിമുഖ കുർബാനയെ പ്രോത്സാഹിപ്പിക്കുകയോ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം കുറയ്ക്കുകയോ ചെയ്യുന്ന യാതൊന്നും കൗൺസിൽ പഠിപ്പിക്കുന്നില്ല. മറിച്ച് പുരാതനമായ പാരമ്പര്യങ്ങളെ നഷ്ടപ്പെട്ടു പോയവരെ അത് പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് കൗൺസിൽ പഠിപ്പിച്ചിരിക്കുന്നത്. പിതാവെ, ആളുകളുടെ ഇടയിൽ ഒട്ടേറെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ദൈവാരാധനയുടെ ജനാഭിമുഖത, അതിനെ സംബന്ധിച്ച് പിതാവ് വളരെ വ്യക്തമായിട്ട് സഭാ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നതിന് അങ്ങയുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിൽ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും നന്ദി.